എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 22, 23, 24, 25, 26 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാനതാ ഇവരെ എല്ലാവരും ദുഃഖിച്ചു എന്ന് മനസ്സിലായപ്പോ ആ കാളിയന്റെ ആ ഫണങ്ങളിൽ കയറി അങ്ങനെ ആനന്ദ നൃത്തം ചെയ്യണു കണ്ണൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. കൃഷ്ണപ്രാണാൻ നിർവിശതോ നന്ദാദീൻ വീക്ഷതം ഹൃദം പ്രത്യക്ഷേത സ ഭഗവാൻ രാമ കൃഷ്ണാനുഭാവവിത്. നന്ദഗോപുരം മുതലായിട്ടുള്ള ഗോപന്മാരും അവർക്കും ഭഗവാൻ ഇങ്ങനെ കെട്ടിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോ ഒരു പാമ്പിന്റെ അതിഭയങ്കരനായ സർപ്പത്തിന്റെ ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ എന്ന് വിചാരിച്ചിട്ട് അവരിതാ വ്രതത്തിലേക്ക് എടുത്താണ്ട് ചാടാൻ പോണു. അപ്പൊ ബലഭദ്രര് വന്നിട്ട് തടുക്കണു. അവർക്ക് ഇനി ജീവിക്കണ്ട, അവരുടെ സർവസ്വവും ശ്രീകൃഷ്ണനാണ്. എല്ലാ പ്രവൃത്തികളും ആ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനെ പിരിഞ്ഞിട്ട് ഇനി വേണ്ട, ഇനി ഞങ്ങൾക്ക് ജീവിതം എന്ന് വിചാരിച്ചിട്ട് അത് നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും നന്ദഗോപുരം ചാടാൻ തുടങ്ങി. പിന്നാലെ അവരെല്ലാവരും ചാടാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ നന്ദഗോപുരം ചാടാൻ തുടങ്ങിയപ്പോ അവരും പിന്നാലെ എല്ലാവരും ചാടാൻ തുടങ്ങി. ബലഭദ്രസ്വാമി പറഞ്ഞു, എന്താ ഇത്? നിങ്ങൾ കണ്ടതല്ലേ ഈ കണ്ണന്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെ പ്രവൃത്തികളാ ചെയ്തിരിക്കുന്നത്. എത്രയോ മഹാകൃത്യങ്ങൾ നിർവഹിച്ചിരിക്കണു നമ്മുടെ കണ്ണൻ. എന്റെ സഹോദരനെ ഈ നിസ്സാരനായിട്ടുള്ള സർപ്പം എന്താ ചെയ്യാൻ പോണത്? ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്. നിങ്ങൾ ക്ഷമിക്കൂ. ഇപ്പതാ കണ്ണൻ സർപ്പത്തെ തോൽപ്പിച്ച് അവന്റെ പിടിയിൽ നിന്നൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് ഓടി വരും നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് അതേ അമ്മയും അച്ഛനെ കെട്ടിപ്പിടിക്കും. ആ ആലിംഗന സുഖം നിങ്ങൾക്ക് അനുഭവിക്കണ്ടേ? ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റുമോ? ബലഭദ്രസ്വാമി ചോദിക്കുക. നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് അതിരിക്കാണ്ട് ചാടി എല്ലാവരും നശിച്ചു പോവില്ലേ? ബലഭദ്രസ്വാമിക്ക് അറിയാലോ ഭഗവാന്റെ മഹാത്മ്യം എത്രയെന്ന്. അദ്ദേഹത്തിന് അതും അതേപോലെ അംശാവതാരല്ലേ, അപ്പൊ ഭഗവാൻ തന്നെയല്ലേ, നല്ലോണം അറിയാം. ഇത്തം സ്വഗോകുലമനന്യഗതിം നിരീക്ഷ്യ സസ്ത്രീ കുമാരമതിദുഃഖിതമാത്മഹേതോ ആജ്ഞായ മർത്യപദവീമനുവർത്തമാന സ്ഥിത്വാ മുഹൂർത്തം ഉദതിഷ്ഠൽ പുരംഗബന്ധാൽ. അങ്ങനെ ഗോകുലത്തിലുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാം താൻ മരിച്ചു പോവാണെന്ന് വിചാരിച്ച് പരിതപിക്കണതും, ഗോകുലവാസികളെല്ലാം താൻ ഏകനല്ലാതെ മറ്റൊരു ഞാൻ മാത്രമേ ഉള്ളൂ ഗതി എന്നുള്ള അവരുടെ ഈ വിചാരം. അവർക്ക് അത് മാത്രമേ ഉള്ളൂ ഗതി എന്ന് വിചാരിച്ചതാ അവര് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ പോണു. ഇതങ്ങോട്ട് കണ്ടില്ലേ? അവരുടെ ദുഃഖം തീർക്കാൻ ഇനി താമസിപ്പിക്കാൻ വയ്യ. അവരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് വേണം വെച്ചിട്ടാ ഭഗവാൻ ഇങ്ങനെ ഒരു ലീല നടത്തിയത്. എല്ലാവരും കാണണം. വേഗം ഒരൊറ്റ കുടച്ചില് മനുഷ്യനായിട്ടാണല്ലോ ഇപ്പൊ മനുഷ്യനാട്യം സ്വീകരിച്ചിരിക്കുകയല്ലേ. അപ്പൊ കുറച്ചു നേരം പാമ്പിന്റെ ഇതിൽ കിടന്നു എന്നുള്ളൊരു ബന്ധനത്തിന് അകപ്പെട്ടവനെ പോലെ അങ്ങനെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ദുഃഖം കണ്ടപ്പോ ഭഗവാന് സഹിച്ചില്ല. വേഗം ആ ബലത്തിൽ ചുറ്റിയിരിക്കുന്ന സർപ്പത്തിന്റെ ദേഹം മുറിഞ്ഞു പോകത്തക്ക വണ്ണം ഭഗവാൻ ഒറ്റ ശ്വാസം വലി. അതോടുകൂടി ആ ഭഗവാന്റെ ദേഹം അങ്ങോട്ട് വലുതായി വന്നപ്പോ കാളിയൻ അങ്ങോട്ട് വേദനിച്ചു തുടങ്ങി. ഒരു കരിങ്കല്ലിനെ ചുറ്റിയ മാതിരി കാളിയന് അങ്ങനെ ഒരു അനുഭവം വന്നത്. താനെ അഴിഞ്ഞു സർപ്പത്തിന്റെ ചുറ്റല്. യാതൊരു ഭഗവാനെ സേവിക്കുന്നവർക്ക് കൂടി അണിമാതി സിദ്ധികൾ സ്വാധീനങ്ങളായി ഭവിക്കുന്നു. ഭഗവാനെ സേവിക്കുന്നവർക്ക് അണിമാതി സിദ്ധികൾ ലഭിക്കും. അങ്ങനെയുള്ള ഭഗവാനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ വല്ല വിഷമമുണ്ടോ? ഒട്ടും വിഷമില്ല. പക്ഷെ ഭഗവാൻ അത് അപ്പൊ ചെയ്തില്ല എന്ന് മാത്രം. അനന്യഭാവനയോടെ ആര് തന്നെ ഭജിക്കണുണ്ടോ അവരുടെ സങ്കടം തീർക്കാൻ ഭഗവാൻ ഒട്ടും കാലതാമസം വരത്തില്ല. കുറച്ചു നേരം അങ്ങനെ നമ്മൾ വെറുതെ കാണിച്ചു എന്ന് മാത്രം.
തൽപ്രഥ്യമാനവപുഷാ വ്യഥിതാത്മഭോഗ ത്യക്തോന്നമയ്യ കുപിതസ്വപണാൻ ഭുജംഗ തസ്ഥൗ ശ്വസനരന്ധ്രവിഷാംബരീഷസ്തബ്ധേൽക്ഷണോൽമുഖമുഖോ ഹരിം ഈക്ഷമാണ. ഭഗവാൻ ദേഹത്തെ അങ്ങോട്ട് കഠിനാക്കിയപ്പോ, കരിങ്കല്ലിന്റെ തുല്യം അങ്ങോട്ട് ആക്കിയപ്പോ അതിന്മീതെ ചുറ്റിയിരിക്കുന്ന പാമ്പിന്റെ ശരീരം മുറിഞ്ഞു പോണവരെ അങ്ങോട്ട് വേദനിച്ചു. കരിങ്കല്ലുമ്മില് തട്ടി അങ്ങനെ ഉണ്ടാവും, അതുപോലെ വേദനിക്കാൻ തുടങ്ങി കാളിയന്. അങ്ങനെ വേഗം അഴിച്ചു വിട്ടു, ഭഗവാന്റെ ദേഹം അങ്ങോട്ട് വിട്ടു. ദേഷ്യം കൂടി വന്നു. പട്ടങ്ങൾ ഇങ്ങനെ 1000 പണല്ലേ അങ്ങോട്ട് ഉയർത്തി, അതിഘോരമായിട്ടുള്ള ഒരു ശ്വാസം. അപ്പോഴേക്കും അങ്ങനെ മൂക്കുകളുടെ ദ്വാരങ്ങളൊക്കെ അങ്ങോട്ട് വികസിച്ചു. അതിന്റെ ഉള്ളിലുള്ള വിഷജ്വാലകള് ഭഗവാനിൽ അങ്ങോട്ട് ആ വിഷജ്വാല ഫും എന്ന് പറഞ്ഞിട്ടാണ് ഏൽപ്പിക്കുകയാണ്. ഒറ്റ ഊതല്, ഒരു തരം ഒരു ശബ്ദവും പുറപ്പെടുവിച്ചു. കണ്ണുകളൊക്കെ അങ്ങോട്ട് തുറിച്ച് മിഴിക്കാൻ പറ്റാണ്ട് തുറിച്ചിങ്ങനെ നിർത്തിയേക്ക. മുഖത്തിൽ നിന്ന് ഇങ്ങനെ തീപ്പൊരി പറക്കണുണ്ടോന്ന് അങ്ങനെ തോന്നുന്ന പോലെ ദേഷ്യം കൊണ്ട് അങ്ങനെ പിറക്കിയ കാളിയൻ തന്റെ വാസസ്ഥാനത്ത് വന്ന് ഇങ്ങനെ അഹങ്കാരം കാണിക്കുകയാണ് എന്നാണ് ഭഗവാനെ പറ്റി തോന്നണതേ. പകരല്ല, പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ ധൈര്യം കാണിച്ചില്ലേ എന്നുള്ള ഒരു ദേഷ്യം മുഴുവനും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഭഗവാന്റെ ഹരിം ഈക്ഷമാണ്. ഭഗവാൻ ഇങ്ങനെ തുറിച്ചു നോക്കി നിന്നു കാളിയൻ. തം ജിഹ്വയാ ദ്വിശിഖയാ പരിലേലിഹാനം ദ്വേ സൃക്കിണീഹി അധികരാള വിഷാഗ്നിദൃഷ്ടിം ക്രീഡന്നമും പരിസസാര യഥാ ഖഗേന്ദ്രോ ബഭ്രാമസോപ്യവസരം പ്രസമീക്ഷമാണ. 1000 പണുള്ള കാളിയന്റെ എല്ലാ കണ്ണുകളിൽ നിന്നും, ഓരോ മുഖത്തിൽ നിന്നുള്ള ഈ 2 കണ്ണുകളിൽ നിന്നും ഒരേ സമയത്ത് അതിഭയാനകമായ തീക്കട്ടകൾ ഇങ്ങനെ പറക്കുക. കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ചുവന്നുള്ള അഗ്നിജ്വാലകൾ ഇങ്ങനെ വരുന്നു. നാവുകളുടെ 2 അറ്റങ്ങൾ കൊണ്ട് കോർവായകളെ ഒപ്പങ്ങനെ നക്കണുണ്ട്. ഭീകര ഒരു രൂപം. ഇങ്ങനെ ഇരിക്കുന്ന ആ സർപ്പത്തിന്റെ 4 ഭാഗത്തും ഗരുഡനെ പോലെ അതിവേഗത്തിലും ഒട്ടും പേടിയും കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വട്ടം ചുറ്റി തുടങ്ങി. ഗരുഡ ഇങ്ങനെ വട്ടം ചുറ്റില്ല, അതേമാതിരി ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് ഭഗവാൻ ആ കാളിയന്റെ ചുറ്റും, ആ കുഞ്ഞു ഉണ്ണികൃഷ്ണൻ. അപ്പോഴോ ഇത് കണ്ടപ്പോ ഇങ്ങനെ വട്ടം ചുറ്റല്ലേ, ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ആ സർപ്പം കൃഷ്ണനെ കൊത്താനായിട്ട് പിന്നാലെ വട്ടം ചുറ്റി. ഇയാളിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക, തൊടാൻ കിട്ടുന്നില്ലേ കണ്ണന്. ഏവം പരിഭ്രമഹദൗജസമുന്നതാംസം ആനമ്യതൽ പൃഥുശിരസ്വധിരൂഢാദ്യ തന്മൂർധരത്ന നികരസ്പർശാദിതാമ്രപാദാംബുജ ഖിലകലാദിഗുരുർ നനർത്ത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഭഗവാൻ കുറെ നേരം അങ്ങോട്ട് കാളിയനെ വട്ടം ചുറ്റിച്ചു. തൊടാൻ കിട്ടിയില്ല കൃഷ്ണനെ. അപ്പോഴേക്കും അവന്റെ ദേഹം പ്രാണനൊക്കെ അങ്ങോട്ട് പൂതന വട്ടം കറങ്ങിയില്ല, അതേപോലെ കാളിയൻ അങ്ങോട്ട് ക്ഷീണിച്ച അവശനായി. ശക്തിയൊക്കെ നശിച്ചു. എന്നാലും തലയൊക്കെ അങ്ങനെ ആ പൊക്കിക്കൊണ്ട് തന്നെ അങ്ങോട്ട് നിന്നു. ഭഗവാൻ എന്ത് ചെയ്തു, അവന്റെ ആ പൊങ്ങിയ ആ തലകൾ അങ്ങോട്ട് പിടിച്ചു, പാമ്പിന്റെ പടങ്ങൾ അങ്ങോട്ട് പിടിച്ച് എല്ലാ തലകളും പിടിച്ച് അങ്ങോട്ട് താഴ്ത്തി ആ ശിരസുകളിൽ അങ്ങോട്ട് കയറി നിന്നു. അപ്പൊ എന്താ, അവന്റെ തലയിലൊക്കെ നിറച്ച് രത്നങ്ങളുണ്ട് ആ പടങ്ങളിലൊക്കെ. അത് തട്ടിയിട്ടേ ഭഗവാന്റെ പാദകമലങ്ങൾ വല്ലാതെ അങ്ങോട്ട് ചുവന്ന് തൊടുത്തു. ഉണ്ണിയുടെ ആ കുഞ്ഞി കാലുകള് ചുവന്നിങ്ങനെ തൊടുത്തു ആ രത്നങ്ങളിൽ തട്ടിയിട്ടെന്നാ പറയണ. എന്നാ നല്ല വീതിയല്ലേ, വലിയ പടങ്ങളാണ്, നല്ല രസം, നല്ല സ്റ്റേജ്. അവള് കേറി നിന്നിട്ട് അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഇളകിക്കൊണ്ടിരിക്കണ ആ സർപ്പശിരസിൽ എങ്ങനെയാ നൃത്തങ്ങൾ ചെയ്യാ, അതൊന്നും വിചാരിക്കണ്ട. സകല കലാവിദ്യകളുടെയും ആദി ഗുരുവായിരിക്കുന്ന ഭഗവാന് അതുണ്ടോ വല്ല വിഷമം? ആ ചാഞ്ചല്യമുള്ള ശിരസിൽ നിന്ന് മനോഹരമായി നർത്തനം ചെയ്യാൻ മറ്റാരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം അഖില കലാദി ഗുരുവാണ്, ആദിഗുരു. സകല കലാവിദ്യകളുടെയും ആദി ഗുരുവായിരിക്കുന്ന ഭഗവാന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ പണങ്ങളിൽ നിന്ന് ഒരു പടം താഴുമ്പോ മറ്റേ പടത്തിലേക്ക് കയറും, മറ്റേ പടം പൊങ്ങും, അപ്പൊ അതങ്ങനെ പൊക്കും കാളിയൻ, അപ്പൊ അതിന്റെ മുകളിൽ കയറും. ഇങ്ങനെ
എന്താ രസം അല്ലെ! അതിമനോഹരമായിട്ടാണ് ആ കാളിയമർദ്ദനം. എങ്ങനെയാ അത് വർണ്ണിക്കുക? പറയാൻ പറ്റില്ല. ഇതുപോലത്തെ ഉള്ള ദുരഹങ്കാരികള്, കാളിയ സർപ്പങ്ങള് മനുഷ്യവർഗത്തിൽ ഇതിനേക്കാളും വിഷമുള്ളതാ മനുഷ്യര് ഉള്ളത്, എത്രയോ അധികം അല്ലെ. ഈ സംസാരമാകുന്ന വിഷജലത്തിൽ ഭഗവാൻ അവരെ ഇതേപോലെ തന്നെ വട്ടം ചുറ്റിക്കും. അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്ത ദുഃഖം കൊണ്ട് അവരുടെ സകല അഹങ്കാരവും നശിക്കുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ അവരെന്ത് ചെയ്യും? ഇതേപോലെ കാളിയനെ ആക്കിയ മാതിരി തന്റെ പാദങ്ങൾക്ക് താഴത്താക്കും. തന്നെ ഭജിക്കണമെന്നുള്ള വിചാരം വരുന്നത് വരെ ജനിക്കുക മരിക്കുക എന്ന ശിക്ഷ അവർക്ക് കൊടുക്കും. താനഹം ദിഷതക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിമാപ്യജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു. അതാണ് സഹജീവികളെ ദ്രോഹിക്കുന്ന കഠോരന്മാരായിട്ടുള്ള ആ അസത്തുക്കളെ ഞാൻ എപ്പോഴും സംസാരങ്ങളിൽ തള്ളിയെറിയും, ക്രൂരയോനികളിൽ അവരെ ജനിപ്പിക്കും എന്നിങ്ങനെയുള്ള ആ ഗീതാസാരോപദേശങ്ങൾ ഭഗവാൻ ഈ കാളിയനെ കൊണ്ട് അഭിനയിപ്പിച്ച് ഭക്തന്മാരായവർക്ക് കാട്ടിക്കൊടുക്കുന്ന ഈ കളി കാണാൻ തന്റെ ഭക്തന്മാരില്ലെങ്കിൽ പിന്നെ ഭഗവാൻ എന്തിനാ കളിക്കണം? അതുകൊണ്ടാണ് ദുർലക്ഷണങ്ങള് വ്രജത്തിലൊക്കെ കാട്ടി ഗോപസ്ത്രീകളെയും നന്ദാദി ഗോപന്മാരെയൊക്കെ ഇവിടെ വരുത്തിയത്. അതാണ് അതിന്റെ തത്വം. ഈ വക സാരാംശങ്ങള് താനെ ഊഹിച്ചറിയാൻ തക്ക നിലയിൽ എത്തുന്നത് വരെ ഈ വർണ്ണനകളില് അത്യുക്തി, അസംഭാവ്യം മുതലായിട്ട് ദോഷങ്ങളുണ്ടെന്ന് തോന്നുന്നു. ചിലര് പറയണില്ലേ, ഇതെങ്ങനെയാണ് പിന്നെയല്ലേ കാളിയന്റെ അതിന്റെ പുറത്ത് കയറി ഇങ്ങനെ നൃത്തം ചെയ്യല്ലേ ചെറിയൊരു കുട്ടി. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാവണം. അപ്പോഴേ ഭഗവാന്റെ മഹാത്മ്യം എന്താണെന്ന് അറിയണം. അപ്പോ വിപരീത ഭാവനകളും സംശയമൊക്കെ നശിക്കും, ഭാഗവത സാരം ഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വ്യാസഭഗവാൻ ഇത് വർണ്ണിച്ചിരിക്കുന്നത്, ഈ കാളിയമർദ്ദനം. ഇത് പറയാൻ തന്നെ എത്രയോ ദിവസങ്ങൾ വേണമെന്ന് പറയണു. ആചാര്യന്മാര് പറയാറുണ്ട് കാളിയമർദ്ദനം തന്നെ ഇത്രയും തത്വങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എന്ത് രസമായിട്ടാണ് കാളിയമർദ്ദനം വേൽപ്പത്തൂര് നാരായണീയത്തില് വർണ്ണിച്ചിരിക്കുന്നത്. എന്മാതിരി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കാളിയമർദ്ദനം. അത് അതിസുന്ദരമായിട്ടുള്ള വർണ്ണന. നമുക്കത് കേൾക്കാം. അളികളും നല്ല കിളികളും പാറി കളിക്കാതെ കാണും കളിന്തജയിലെ വിളി കൊണ്ട സർപ്പച്ചളിക്കുണ്ടിൻ വക്കീൽ ഒളിഞ്ഞു നീ പോയി കളിക്കൊല്ലെന്നമ്മ പ്രതിദിനമോതുന്നതിനെയും മറന്നതിൽ ചെന്നു കണ്ണൻ കുതിച്ചു ചാടിനാൻ. ഉടനെ കാളിയനിടഞ്ഞു കൊത്തിയ കടൽ വർണ്ണഗാത്രം കടന്നു ചുറ്റിനാൻ. കരയ്ക്കനേകം പേർ കരഞ്ഞു നിൽക്കവേ സരസനാമോമൽ സരസിജേക്ഷണൻ ഉടനെന്തോ ചെയ്തിട്ടുടലൂരിക്കീറി പടങ്ങളിലൊന്നിൽ തുടങ്ങി നൃത്തവും. മിഴി ചുകന്നുപോയി അഴിഞ്ഞു കേശവും കൊഴിഞ്ഞു പീലികൾ കിഴിഞ്ഞു കിങ്ങിണി. സരസിജാക്ഷന്റെ ശിരസിലന്നേരം സുരദ്രുസൂനങ്ങൾ സുരസ്ത്രീകൾ തൂകി. പതിപ്രാണരക്ഷാ പ്രദീപത്തിയോടെ സ്തുതിച്ചു കാളിയ സതികളിങ്ങനെ. ഝഷകൂർമ കിടി നൃസിംഹവാമന ഭൃഗുരാമ രാമ ബലരാമാദിയായി പലവട്ടമൂഴി അലങ്കരിച്ചൊരൻ ഖലകുലകാല ജലജാക്ഷ പ്രഭോ. മതിയലീമോടെ മതിയാക്കൂ നൃത്തം പതിവ്രതമാർക്കു ഗതിയരുളുവാൻ. ഇതി സതികൾ തൻ സ്തുതി കേട്ടു കണ്ണൻ പ്രതിഫലമായി പതിയെയും നൽകി. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.